ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1779. ഇന്ന് നവംബർ മാസം 13-ാം തീയതി 318-ാമത്തെ ദിവസത്തിലെത്തി. ആലോചിക്കുകയായിരുന്നു ദൂരയാത്രയ്ക്ക് പോയ ആ യജമാനെ കുറിച്ച്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പല ആവർത്തി കണ്ടെത്തിയ അതേ യജമാനൻ ഓരോ ദാസന്മാർക്കും അവരവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ഏൽപ്പിച്ചിട്ടാണ് പോയത്. നാണയങ്ങളായാലും പ്രാപ്തിയായാലും സാമർഥ്യമായാലും സാഹചര്യങ്ങളായാലും സാധ്യതകളായാലും പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്ന് ഒന്നും പറഞ്ഞില്ല. ദൈവം എന്നിൽ എന്തുമാത്രം വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, എനിക്കെന്തുമാത്രം സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ചെയ്യാൻ മാത്രമല്ല, എങ്ങനെ എന്ത് ചെയ്യണമെന്ന്, അല്ല ഇനി ഒന്നും ചെയ്യാതിരിക്കാൻ. സത്യത്തിൽ ഈ ജീവിതത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം തന്നെയല്ലേ. ആർക്കും അവനവന്റെ ജനനം തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ആരും സ്വന്തം ജനനം തിരഞ്ഞെടുത്തിട്ടുമില്ല. മരണം തിരഞ്ഞെടുക്കുന്നവരൊക്കെ ഉണ്ട് നമുക്കിടയിൽ, വളരെ അപൂർവമായിട്ട്. പാടില്ല, അവകാശമില്ല, അതിന് നമുക്ക് അധികാരമില്ല. ഈ ജനനത്തിനും ഈ മരണത്തിനും ഇടയിലുള്ള ജീവിതമില്ലേ, അതിങ്ങനെ ചിലര് പറയുന്ന മാതിരി വിധി പോലെ ഇങ്ങ് വന്ന് വീഴട്ടെ എന്ന് കരുതി ഇരിക്കാൻ പാടില്ല. അത് എങ്ങനെയാണ് എന്ന് സ്വയം തീരുമാനിച്ച് നടപ്പിൽ വരുത്തുന്നതാവണം. അറിഞ്ഞോ അറിയാതെയോ പിന്തുടരുന്ന പാതകളും രൂപപ്പെടുത്തിയെടുക്കുന്ന പദ്ധതികളുമാണ് ഓരോ ദിവസത്തെയും ക്രമീകരിക്കുന്നത്. ഏത് പരിസരത്ത് ജീവിക്കുന്നു ഞാൻ, എന്തിനോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്നു, എന്തിന്റെയൊക്കെ പിറകെ ഞാൻ സഞ്ചരിക്കുന്നു, ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾക്ക് അകത്തു നിന്നാണ് ജീവിതത്തിന്റെ നടപ്പാതകൾ രൂപം കൊള്ളുന്നത്. നിർബന്ധങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നത് ന്യായീകരണം മാത്രമാണ്. സാഹചര്യം എന്നോട് കഠിനമായെന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞൊപ്പിക്കുന്നതാണ്. ഉടയവനായ ഉടമസ്ഥനായ ദൈവം എന്നെ സ്നേഹിക്കുക മാത്രമല്ല, എനിക്ക് ആവശ്യത്തിലും അപ്പുറത്ത് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അത് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. അത് ഞാൻ കർമ്മം ചെയ്യാനും കൃത്യമായ എന്റെ ധർമ്മങ്ങൾ പാലിക്കാനും പൂർത്തീകരിക്കാനും വേണ്ടിയാണ്. അങ്ങനെയാണ് ആ നല്ല യജമാനൻ മടങ്ങി വരുമ്പോൾ ലഭിച്ചതിനെയൊക്കെ വർദ്ധിപ്പിച്ചതിന്റെ വലിയൊരു കണക്കും വിശദീകരണവും മടക്കി കൊടുക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.